ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ GSTയിലെ QRMP സ്കീമിനെ പറ്റിയും അതുപോലെ തന്നെ ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി അഥവാ IFF എന്നുള്ള ഫീച്ചറിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ ഇപ്പം നമുക്കറിയാം, ഒരു നോർമൽ മന്ത്ലി റെഗുലർ സ്കീമിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് QRMP സ്കീമിലേക്ക് എങ്ങനെ മാറാമെന്നും അതിൻ്റെ ഏത് ടൈമിലാണ് മാറാൻ പറ്റുക എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. ഇവിടെ രണ്ട് കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് QRMPയുമായി ബന്ധപ്പെട്ട രണ്ട് പോയിൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളങ്ങനെ QRMPയിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ, ക്വാർട്ടർ വൈസ് നമ്മൾ ചെയ്യുമ്പോൾ, അതിപ്പോൾ IFF ചെയ്യുകയാണെങ്കിലും ഇനി ക്വാർട്ടർലി GSTR 1 ചെയ്യുകയാണെങ്കിലും, ഇത് ചെയ്യുന്നതിന് തൊട്ട് മുന്നത്തെ പീരീഡിലെ GSTR 3B കൃത്യമായി നമ്മൾ മുടങ്ങാതെ ചെയ്തിരിക്കണം. അത് പെൻഡിങ് ആണെങ്കിൽ, GSTR 3B ചെയ്യാനെങ്കിൽ പെൻഡിങ് ആണെങ്കിൽ, ഈ പറഞ്ഞ IFFO GSTR 1 QRMPയിലേക്ക് മാറിയതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം സംശയം ഉണ്ടാവാൻ ഇടയുള്ളത്, ഇപ്പോൾ നമ്മൾ എല്ലാ മാസവും IFF ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ക്വാർട്ടറായിട്ടുള്ള 2025 ഫസ്റ്റ് ക്വാർട്ടറായിട്ടുള്ള ഏപ്രിൽ മെയ് ജൂൺ, ഈ ഫസ്റ്റ് ക്വാർട്ടറിലാണ് ഇപ്പോൾ ഈ QRMPയിലേക്ക് നിങ്ങൾ മാറിയതെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ഏപ്രിൽ മാസത്തെ റിട്ടേൺ IFF നിങ്ങൾ മെയ് 13 ചെയ്തു. അതുപോലെ മെയ്യിലെ IFF നിങ്ങൾ ജൂൺ 13 ചെയ്തു. ഇനി ജൂൺ മാസത്തെ, ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ നിങ്ങൾ കഴിഞ്ഞ ജൂലൈയിൽ നിങ്ങൾ എന്ത് വേണം, GSTR 1 ക്വാർട്ടർ വൈസ് നിങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ മുൻ മാസങ്ങളിൽ ചെയ്തിട്ടുള്ള IFF അഥവാ B2B സെയിൽസ് വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അത് നിങ്ങൾ GSTR 1 ചെയ്യുമ്പോൾ നിങ്ങൾ ഇനി 3 മാസത്തെ ഒരുമിച്ച് ഇനി B2B വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഓൾറെഡി IFFൽ നിങ്ങൾ കഴിഞ്ഞ 2 പ്രീവിയസ് മന്തിലെ B2B സെയിൽസ് അതിൽ അപ്ലോഡ് ചെയ്ത കാരണം നിങ്ങൾ അത് വീണ്ടും റിപ്പീറ്റഡ്ലി GSTR 1ലേക്ക് ചെയ്യേണ്ടതില്ല. അപ്പോൾ ആ ഒരു സംശയം കൂടി നിങ്ങൾ, ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ QRMPയെ പറ്റിയും IFFനെ പറ്റിയൊക്കെയാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് സ്റ്റേ ട്യൂൺഡ് വിത്ത് ക്യാപിടെക്സ് ഇന്ത്യ. താങ്ക് യു.